ഞാനൊരു തടിച്ചിയാണ്. അത് എല്ലാവരും എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എൻ്റെ ഭർത്താവിന് എൻ്റെ തടി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കെട്ടിയവൻ അത് ആസ്വദിക്കുന്നുണ്ട് എന്ന് വെച്ചാല് പിന്നെ നാട്ടുകാർക്ക് എന്താ കുഴപ്പല്ലേ? കാലത്ത് തന്നെ എണീറ്റ് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം പോകട്ടോ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താണെന്നറിയോ? പപ്പടാണ്. നിങ്ങൾ വിചാരിക്കും പപ്പടോ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന്. ചക്ക പപ്പടാണ് കേട്ടോ അത്. ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഗുരുവായൂർക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ എന്തായാലും വാങ്ങിച്ചതല്ലേ, നമുക്ക് ഡേറ്റ് കഴിഞ്ഞേക്കാട്ട് മുന്നേ തിന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്ന കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പപ്പടം വിഴുങ്ങാണേ. കുട്ടികൾ രണ്ടാളും മാവിലും പഴമൊക്കെ കഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്ന് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കല്യാണത്തിന് പോയിട്ട് ആ സദ്യ കഴിക്കാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വയറൊന്ന് ഒഴിച്ചിട്ടിട്ട് പോയത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്നെ ചതിച്ചു എൻ്റെ വയറ്. നിങ്ങൾ ഈ തടിച്ചി ചബി എന്നൊക്കെ വിളിക്കുന്ന ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് എൻ്റെ മക്കൾ കഴിക്കുന്നതിനെക്കാട്ടും വളരെ കുറവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അതാണ് കേട്ടോ സത്യം. ഈ കാണുന്ന ഭക്ഷണം, അതായത് ഈ ചോറൊക്കെ ഉണ്ടല്ലോ, ഞാൻ ബാക്കി വെച്ചതാണ്. എൻ്റെ പായു പോലും ഇല മുഴുവൻ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്രയും പോലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അമ്മൂട്ടിക്ക് വൈകുന്നേരം ആയപ്പോൾ സ്വീറ്റ്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നേതാജി പോയിട്ട് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള കലാപരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ, ചിലർക്ക് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും അവർ തടി വയ്ക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചായിരിക്കണം.